നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന കണ്ടീഷൻ ക്ലോസ് ഇല്ല. വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണം നമ്മുടെ കേരളത്തിലും വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് അറിവ്. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം, കേരളത്തിൻ്റെ ഭരണകൂടം, ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്താൽ ജനാധിപത്യപരമായി അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ജനാധിപത്യമായ രീതിശാസ്ത്രം. കറക്ഷൻ എവിടെയാണ് വരിക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്സാണ് പറഞ്ഞത്, വിദ്യാഭ്യാസത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ല പറഞ്ഞത്, പൊളിറ്റിക്സാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പൊളിറ്റിക്സാണ്. ലോകം മുഴുവൻ നിറഞ്ഞേക്കുന്ന പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് മനസ്സിലാക്കാതെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് മാർക്ക് വേണ്ടി പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് ഉൾക്കൊള്ളുന്ന വിമർശനാത്മക ബോധം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ജനാധിപത്യ പഠനമാവുന്നത്. അതുകൊണ്ട് ക്ലിയറായോ? അതുകൊണ്ട് ആ കറക്ഷൻ നമ്മൾ തയ്യാറാവണമെന്ന് ജനങ്ങളെ ഓരോ തെരഞ്ഞെടുപ്പുകളും ബോധ്യപ്പെടുത്തലാണ് തുടർന്നും ഈ SSK ഫണ്ട് കേരളത്തിന് തരാനുള്ള വഴി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ജനാധിപത്യ പഠനത്തിന് നമുക്കെതിരെ വരുന്ന ഓരോ എന്താണ് അക്രമങ്ങളെയും നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരായാൽ കേരളത്തിൽ ജനാധിപത്യ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് മനസ്സിലാവും. സമൂഹ മനസ്സ് സ്വാഭാവികമായിട്ടും പഴയ സങ്കല്പങ്ങളിലേക്ക് തിരിച്ചു പോകും. അതിനനുസരിച്ച് പാഠപുസ്തകങ്ങൾ മാറ്റും. അതാണ് ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിക്കണ്ട എന്ന് പറയുന്നത് ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. അത് ഒരു വരേണ്യ യുക്തിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പരിണമിച്ചല്ല മനുഷ്യനുണ്ടായതെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവുണ്ടാവും, അല്ലെങ്കിൽ ആ തെറ്റായ ധാരണയുണ്ടാവും. സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വെച്ചാൽ അത് കൊണ്ടുപോകുന്നത് സൃഷ്ടിവാദത്തിലേക്കാണ്. പരിണാമവാദത്തിൽ നിന്നും സൃഷ്ടിവാദത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസം രാജ്യത്ത് നടക്കുമ്പോൾ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നും സമത്വാധിഷ്ഠിതമായ ജനാധിപത്യ ബോധമുള്ള, മതനിരപേക്ഷ ബോധമുള്ള ഒരു സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ കേരളം ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ഈ 2 ആശയങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിന് വഴിയൊരുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം 91-ലെ പുതിയ സാമ്പത്തിക നയങ്ങളാണ്. അന്ന് വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ പ്രാദേശിക താൽപ്പര്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആഗോള താൽപ്പര്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാനത് ചുരുക്കി വാചകത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പോള സംസ്കാരം രാജ്യത്ത് കടന്നു വന്നപ്പോൾ മതനിരപേക്ഷ ജനാധിപത്യ ഭാവങ്ങളെ ഇല്ലാതാക്കുവാനും കമ്പോള സംസ്കാരം വളരുവാനുള്ള സാഹചര്യമുണ്ടായി. കമ്പോള സംസ്കാരം ഞാൻ നേരത്തെ രണ്ടാമതായി പറഞ്ഞ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തെ നിലനിർത്തുന്ന വിദ്യാഭ്യാസ രീതിശാസ്ത്രമാണ്. അപ്പോൾ കമ്പോളത്തിന് താല്പര്യം, കമ്പോളത്തിൻ്റെ താല്പര്യങ്ങൾ നിലനിൽക്കുന്ന ഇവിടുത്തെ വ്യവസ്ഥ അങ്ങനെ തന്നെ നിന്നോട്ടെ, പിറകോട്ടും പോകണ്ട മുന്നോട്ടും പോകണ്ട, കമ്പോളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ മതി. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം പ്രധാനമായും സാമ്പ്രദായിക വിദ്യാഭ്യാസത്തെ നിലനിർത്തിക്കൊണ്ട് കമ്പോള താല്പര്യങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ വർഗീയ രാഷ്ട്രീയം അതിനെ വളരെ പിറകോട്ട് കൊണ്ടുപോയി വരേണ്യ താല്പര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതനുസരിച്ച് കമ്പോളത്തെയും വരേണ്യവൽക്കരിച്ച് വളരെ ക്ലാസിക്കൽ, വളരെ പ്രതിലോമകരമായ ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇത് തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിച്ചുകൊണ്ട് കരിക്കുലവും അതുപോലെ തന്നെ സിലബസും പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പെഡഗോജിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ പുരോഗമന വിദ്യാഭ്യാസത്തിന് അനുകൂലമായി നിർത്തുകയാണ്. കേരളത്തിൻ്റെ പെഡഗോജിക്കൽ സമീപനം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോജിയിൽ നിന്നും ഇപ്പോൾ ടെക്നോ ക്രിട്ടിക്കൽ പെഡഗോജിയിലേക്ക് വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ആശയോൽപാദന സങ്കല്പങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പെഡഗോജിയിലൂടെ മനുഷ്യ മനസ്സിൽ വിമർശനാത്മകമായി പ്രശ്നങ്ങളെ കാണാനുള്ള തിരിച്ചറിവുണ്ടാവുകയാണ്. വിമർശനാത്മകമായി സമൂഹത്തെ പഠിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ തെറ്റുകളെ വിമർശനാത്മകമായി ഉൾക്കൊള്ളും, വിമർശനപരമായി അതിനെ തിരിച്ചറിയും,
അതിനെ മാറ്റണമെങ്കിൽ അതനുസരിച്ച് തുടർ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ആശയോൽപാദനങ്ങളൊക്കെ നടപ്പാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, രാജ്യത്ത് നടക്കുന്ന പ്രതിലോമകരമായ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തെ മുന്നോട്ട് പോകാനുള്ള പുരോഗമന വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അതാണ് പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുതന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അപകടകരമായൊരവസ്ഥ, ഈ സംഘർഷപൂരിതമായൊരവസ്ഥ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിദ്യാഭ്യാസ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ പുരോഗമന വിദ്യാഭ്യാസം, ജനാധിപത്യ വിദ്യാഭ്യാസം, മതനിരപേക്ഷ വിദ്യാഭ്യാസം, അതാണ് ഒരു സമൂഹത്തിന് ആവശ്യമായത്. പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ പറ്റുന്നത് അതിലൂടെ മാത്രമാണ്. അതിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റതെല്ലാം ഒന്നുകിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയോട് ചേർന്ന്, അല്ലെങ്കിൽ പിറകോട്ട്. ശരി, ആഗോളതലത്തിൽ എന്ത് മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും നോക്കണം. ഇന്ന് ന്യൂ ലിബറൽ പോളിസി തകർന്നിരിക്കുകയാണ്. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഒരു 2024 എഴുതിയൊരു പുസ്തകം ദ റോഡ് ടു ഫ്രീഡം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ന്യൂ ലിബറൽ പോളിസി പൂർണ്ണമായിട്ട് തകർന്നു, മുതലാളിത്തത്തിന് ഇനി മുന്നോട്ട് പോകാൻ ആ നയത്തിലൂടെ പറ്റില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഗ്ലോബൽ ഡിപ്രഷൻ വീണ്ടും 1929 പോലെ വന്നിരിക്കുന്ന ഒരു സമയത്ത് മുതലാളിത്തം ലോകത്തെ പുതിയൊരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ വ്യവസ്ഥയുടെ പേരാണ് നോളജ് ഇക്കോണമി എന്ന്. നോളജ് ഇക്കോണമി, ജ്ഞാന സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ലോകം പോകുന്നത് ജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കാണ്. അതിൻ്റെ അർത്ഥം അറിവിൻ്റെ ഘടകങ്ങളാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് മാറാൻ പോകുന്നത്. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും ഒക്കെയായിരുന്നു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകം. വ്യവസായ സമ്പദ് വ്യവസ്ഥയായപ്പോൾ വ്യവസായ മേഖലയും അതിൻ്റെ ഉൽപ്പന്നങ്ങളുമാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ. വരാൻ പോകുന്നത് നോളജ് ഇക്കോണമിയാണ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം നോളജാണ്, അറിവാണ് സമ്പദ് വ്യവസ്ഥയെ നയിക്കാൻ പോകുന്നത്. അതിലൂടെ നോളജ് ക്യാപിറ്റൽ എന്നുള്ള പുതിയ ഒരു ആശയം പോലും വളർന്നു വരികയാണ്. ഈ ദിശയിലാണ് ലോകം പോകുന്നത്. 3 ദിശയിലാണ് വാസ്തവത്തിൽ പോകുന്നത്. ഒന്ന്, ലോകം അറിവിനെ കച്ചവടവൽക്കരിച്ച് അറിവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടെക്നോളജിയും അറിവും അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഖിലേന്ത്യാ വിദ്യാഭ്യാസം സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വലതുപക്ഷ വിദ്യാഭ്യാസം സമൂഹത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നു മുതലാളിത്തത്തിന് അനുകൂലമായി. പക്ഷേ കേരളത്തിൽ പുരോഗമന വിദ്യാഭ്യാസത്തിലൂടെ ഈ 3 സങ്കല്പങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തെ വിമർശനാത്മകമായി ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയിലേക്ക് മാറ്റുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. പൊളിറ്റിക്സ് ആണ് അതിലുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ പൊളിറ്റിക്സ് ആണ് ചുരുക്കി ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ ചർച്ച സത്യത്തിൽ കുറേ കാര്യങ്ങൾ പാനലിസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്ക് SSGയുടെ ഫണ്ട് ലഭിക്കണമെങ്കിൽ അത് ഒപ്പിടണം എന്നുള്ളത് നിർബന്ധമാണോ എന്നുള്ളതാണ്. അതിപ്പോഴും എങ്ങനെയാണ് അതിൻ്റെ നിലനിൽപ്പ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണം നമ്മുടെ കേരളത്തിലും വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് അറിവ്. കാരണം നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ തന്നെ അത്തരം പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള പുസ്തകങ്ങളാണ് വരുന്നത്. അത് എത്രത്തോളം നമുക്ക് തടയാൻ കഴിയുന്നുണ്ട്? പ്രത്യേകിച്ച് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പ്രത്യേകം പുസ്തകങ്ങൾ ഇതിനു വേണ്ടി ഇവിടെയുള്ള അല്ലെങ്കിൽ അതിനെ മാറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം നമുക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ് 2 ചോദ്യങ്ങൾ. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടി മറ്റൊരു ചോദ്യങ്ങളില്ല എന്നുള്ളതുകൊണ്ട് വിശദീകരിച്ച് പറയാം. ഈ PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കില്ല എന്ന് ഇപ്പോൾ പറഞ്ഞു. അത് ഞങ്ങളുടെ താല്പര്യത്തിലുള്ള വിദ്യാഭ്യാസ രീതിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ വിദ്യാഭ്യാസ രീതി കേരളത്തിൽ നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ SSKയുടെ ഫണ്ട് തരില്ല എന്നാണ് പറഞ്ഞത്.
വാസ്തവത്തിൽ അത് അനീതിയാണ്, തെറ്റാണ്. എന്താ തെറ്റാന്ന് പറയാൻ കാരണം, SSKയുടെ ഫണ്ട് കേന്ദ്രാവിഷ്കൃത ഫണ്ടാണ്. അതായത് കേന്ദ്രം ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്ര തുക നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ പാസ്സാക്കിയ ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് SSK എന്ന ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്ര തുക തരാം എന്നുള്ളതാണ്. ലോക്സഭയിലെ ഒരു ഭരണകൂടത്തിൻ്റെ വാഗ്ദാനമാണ്. അതിൽ നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന കണ്ടീഷൻ ക്ലോസ് ഇല്ല. വ്യക്തമായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ അത് വാസ്തവത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് ലോക്സഭയിൽ ഭരണകൂടം നൽകിയ ഉറപ്പിൻ്റെ ലംഘനമാണ്. ഒരു തരത്തിലും കേന്ദ്രം പാസ്സാക്കിയ ബഡ്ജറ്റിൽ പാസ്സാക്കിയ തുക സംസ്ഥാനത്തിന് തരാതിരിക്കാൻ പറ്റില്ല, തരേണ്ടതാണ്. അതുകൊണ്ടാണ് ലോക്സഭയിൽ നടത്തിയ ഓരോ അവരുടെ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാതിരിക്കുമ്പോൾ പലരും കോടതിയിൽ പോകുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, അനീതിയാണ്. സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച തുക തരാതിരിക്കൽ, അതിനൊരു കണ്ടീഷൻ വയ്ക്കൽ. ആ കണ്ടീഷൻ ഈ പദ്ധതി പണം പാസ്സാക്കുമ്പോൾ അതിൽ എഴുതി ചേർത്തിട്ടില്ല. അപ്പോൾ പദ്ധതി പണം തരുന്നതിന് ഒരു തടസ്സമായിട്ട് PM ശ്രീയിൽ ഒപ്പിടണം എന്ന് പറയുകയാണ്. അത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഭൂഷണമല്ല, തെറ്റാണ് അത് ചെയ്യുന്നത്. ലോക്സഭയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ആശയം നടപ്പിലാക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ടതാണ് SSK. അത് നമ്മുടെ അവകാശമാണ് എന്ന രീതിയിൽ തന്നെയാണ് കേരളം നിൽക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം, കേരളത്തിൻ്റെ ഭരണകൂടം, ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്താൽ ജനാധിപത്യപരമായി അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ജനാധിപത്യമായ രീതിശാസ്ത്രം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പം ഇങ്ങനെയുള്ള സംവിധാനം പോലെ തന്നെ, ഇങ്ങനെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി തന്നെ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കണേ, ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കേണ്ടത് SSK എന്ന സംവിധാനത്തിന് കിട്ടേണ്ട പണം ഒരു കണ്ടീഷനുമില്ലാതെ കൊടുക്കാമെന്ന് പറഞ്ഞാണ്, അത് കൊടുക്കുക തന്നെ വേണം എന്ന് കേരളം തിരിച്ചറിയണം. പോരാ അത് ലംഘിച്ചാൽ, അതായത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ പണം വന്ന് കാരണമില്ലാതെ തരാതിരുന്നാൽ അങ്ങനെ കേന്ദ്രം ചെയ്തത് തെറ്റാണ് എന്ന് കേരളത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയണം. അതാണ് അതിന് മറുപടി. ഡെമോക്രാറ്റിക് കറക്ഷൻ എന്ന് പറയും. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ജനാധിപത്യം ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ അതാണ്. നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയം പറയണത്, അത് പഠിപ്പിക്കുന്നതാണ്. ഡെമോക്രാറ്റിക് കറക്ഷൻ, തെരഞ്ഞെടുപ്പ് അതാണ്. തെരഞ്ഞെടുപ്പ് ഒരു ഡെമോക്രാറ്റിക് കറക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ SSKയിൽ കേരളത്തിന് വിദ്യാഭ്യാസത്തിൽ പണം തന്നില്ല എന്നുള്ളത് കേന്ദ്രം ചെയ്ത ജനാധിപത്യപരമായ തെറ്റാണ്. ഇനി അത് ആവർത്തിക്കരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ഒറ്റക്കെട്ടായി പറയേണ്ടതായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇനി തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് പറയേണ്ട കാര്യങ്ങളാണ്. കറക്ഷൻ എവിടെയാണ് വരിക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്സാണ് പറഞ്ഞത്, വിദ്യാഭ്യാസത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ല പറഞ്ഞത്, പൊളിറ്റിക്സാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പൊളിറ്റിക്സാണ്, ലോകം മുഴുവൻ നിറഞ്ഞേക്കുന്ന പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് മനസ്സിലാക്കാതെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്ഷൻ ആ പൊളിറ്റിക്സിലൂടെ തന്നെ വേണം. അതിനുത്തരമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ PM ശ്രീ ഒപ്പിട്ടേക്കാം എന്നുള്ളതല്ല അതിന് മറുപടി. അതിന് മറുപടി ജനങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട തുക കൃത്യമായിട്ട് തരണം എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട്ടിലേക്ക് കണ്ണീരുകൊണ്ട് പ്രളയം ഉണ്ടായ സ്ഥലം, അവിടെ പണം ചോദിച്ചു, തന്നില്ല. അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കറക്ഷൻ വരുന്നത്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കറക്ഷൻ വരുന്നത് തെരഞ്ഞെടുപ്പിലാണ്. ആ സമയത്ത് ഒറ്റക്കെട്ടായി കേരള ജനത ആ ചെയ്ത് തെറ്റാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ മറുപടി കൊടുത്താൽ അതാണ് കറക്ഷൻ. ഇതാണ് കറക്ഷൻ എന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ചുമതല വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ പറയും. ഇവിടേക്ക് വരണം കേരളം. അത് കഴിഞ്ഞ് ഡെമോക്രാറ്റിക് കറക്ഷൻ്റെ പ്രോസസ്സിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ
വേറെ എന്തെങ്കിലും അജണ്ട വെച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുക, ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വേദനിക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. മനസ്സിലായോ? ഇതിലും പച്ചയായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുന്നതിനെ കറക്റ്റ് ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കടമ, ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ്റെ കടമ. അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കേരളത്തിന് പണം തന്നോ? ഇല്ല. കേരളത്തിന് പ്രതിഷേധം ഉണ്ടോ? ഇല്ല. എന്താ അർത്ഥം? ഇനിയും ചെയ്തോളൂ അല്ലേ? ചെയ്തോളൂ. പിന്നെയും ചെയ്തു, അപ്പോഴും പ്രതിഷേധം ഉണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? തുടർന്നോളൂ എന്ന് തന്നെയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ജനാധിപത്യം പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ജനാധിപത്യം നിർവചനം എന്താ? ബൈഹാർട്ട് പഠിച്ചു. നിർവചനം എന്താ? ബൈഹാർട്ട് പഠിച്ചു. പരീക്ഷയ്ക്ക് ചോദിച്ചു, എഴുതിയോ? എഴുതി. മാർക്ക് കിട്ടിയോ? മാർക്ക് കിട്ടി. ജനാധിപത്യപരമായി കറക്ഷൻ നടത്തുന്നുണ്ടോ? ഇല്ല. അതിനല്ല വിദ്യാഭ്യാസം. അതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. അതാണ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ആ ആശയം എങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് തിരിച്ചറിയാനാണ്. പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രമല്ല എല്ലാ വിഷയങ്ങളും. പരീക്ഷയ്ക്ക് മാർക്ക് വേണ്ടി പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് ഉൾക്കൊള്ളുന്ന വിമർശനാത്മക ബോധം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ജനാധിപത്യ പഠനമാവുന്നത്. അതുകൊണ്ട് ക്ലിയറായോ? അതുകൊണ്ട് ആ കറക്ഷൻ നമ്മൾ തയ്യാറാവണമെന്ന് ജനങ്ങളെ ഓരോ തെരഞ്ഞെടുപ്പുകളും ബോധ്യപ്പെടുത്തലാണ് തുടർന്നും ഈ SSK ഫണ്ട് കേരളത്തിന് തരാനുള്ള വഴി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ജനാധിപത്യ പഠനത്തിന് നമുക്കെതിരെ വരുന്ന ഓരോ എന്താണ് പിന്നെ അക്രമങ്ങളെയും നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരായാൽ കേരളത്തിൽ ജനാധിപത്യ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കൃത്യമായി പൊളിറ്റിക്സ് ആ രംഗത്ത് നിൽക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്.